വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊരു കാര്യം ചെയ്താലോ? ഇന്നേ ഒരു പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? അതായത് ഞാനൊക്കെ 90s കിഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം 2Kയിലെ അമ്മമാരും ഒക്കെ ആയെന്ന് പറയാം. അതായത് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഒരു കൂട്ടം കറി നമ്മുടെ ചുറ്റുപാത്രത്തിലൊക്കെ തന്നു വിടാറുണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പോൾ ആ കറി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവോ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി തന്നതായിട്ട്? എവിടെ ചിന്തിക്കാൻ നേരമല്ലേ? എന്നാലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നവർക്ക് എന്തായാലും ഇത് മറക്കാനൊന്നും ഇടയില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് നമ്മളിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുറച്ച് പയർ, ഇതൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയർ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു സ്വല്പം നീളത്തിൽ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് അരിയത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ആ പയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ബീൻസ് ഉണ്ടെങ്കിലും അതാണേലും മതിയാവും, എന്നിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളിതാ പയറും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ 2-3 പ്രാവശ്യം നീളത്തിലൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ട് കുനുകുനാന്നൊക്കെ ഒന്ന് അരിഞ്ഞതാ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ആരും മിസ് ചെയ്യരുത്, വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ പയറും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് റെഡിയാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലെ അരിഞ്ഞൊക്കെ വെച്ചിരുന്നപ്പോൾ കാണാനായിട്ട്. എന്നാൽ പിന്നെ വേഗം പോരെ, നമ്മൾക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്തോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ഇതാ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി എണ്ണ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണേ. അങ്ങനെ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചട്ടിയിലിട്ട് ഒന്ന് ചുറ്റിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടി ആയതുകൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ. നമ്മൾ എണ്ണയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും, അതായത് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2-3 വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാവേ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതല്ലേ കറിവേപ്പിലയൊക്കെ, ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കി എടുത്തേക്കാം കേട്ടോ. അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നോട്ടെ. അങ്ങനെ അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടാതെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാ മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് എരിവ് ഒത്തിരി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എരിവ് കുറച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, കാശ്മീരി പൊടി മാത്രം ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ, കുറച്ച് കൊച്ചുള്ളിയുണ്ട്, ഒരു സവോളയുണ്ട്, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 3-4 പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കൊടുക്കുക. മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തെന്ന് മാത്രം. ഇനി എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ളി സവോളയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കി ണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പിടിക്കത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇട്ടും കൂടെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടേ. പച്ചക്കറികളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയും കൂടി എടുത്തോളൂ കേട്ടോ. ആ മസാലയുടെ മിക്സ് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി ഇട്ടിക്കോട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം കേട്ടോ. അതെ, നിങ്ങളുടെ ചുറ്റുപാത്രത്തിൽ ഇതുപോലൊരു കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം അമ്മമാർക്ക് എളുപ്പമുള്ള പണിയായിരുന്നല്ലോ രാവിലെ. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ്, അന്നത്തെ കാലത്ത് ഗ്യാസ് പോലും ഇല്ലാണ്ടൊക്കെ വളരെ അപൂർവം വീട്ടിലൊക്കെ അല്ലേ ഗ്യാസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവരും തന്നെ വിറകടുപ്പിലൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമേ ഇത്തിരി വെള്ളം കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വേറൊന്നുമല്ല, കരിഞ്ഞു പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് കേട്ടോ. എന്നാൽ നമുക്കിനി ഒരു കാര്യം ചെയ്താലോ, ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വേവാനായിട്ട് അടച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് മേലെ കിടന്നത് താഴെയും താഴെ കിടക്കുന്നത് മേലെയും എല്ലാം കൂടെ ഒരേ ലെവലിൽ വെന്ത് പാകമായിട്ട് വരണം. അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ തട്ടിപ്പൊത്തി ഒരു 5-6 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും വെള്ളത്തിൻ്റെ ആ ഒരു സ്വല്പം അംശങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നു. പോരാത്തതിന് ആവി വെള്ളവും കൂടെ ചാടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കണ്ടോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ച് നേരം ഇതുപോലെ ഒന്ന് തോർത്തിയിട്ടും കൂടെ കൊടുക്കണം, ഒരു 2-3 മിനിറ്റ്. അതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആവി വെള്ളമൊക്കെ ഇരുന്നങ്ങോട്ട് വറ്റി കിട്ടിക്കോളും.
അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണമെങ്കിലും ഇട്ട് റെഡിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതാ നോക്കിയേ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇതാ വേഗം ഇച്ചിരി ചോറൊക്കെ എടുത്ത്, ഇനി ചോറുണ്ടില്ലേ ഭയങ്കര നഷ്ടമല്ലേ, അങ്ങനെ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ നല്ല രീതിയിൽ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇനി വിരകി കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനിതിൻ്റെ കൂടെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ പോരാത്തതിന് ഒരു മുട്ടയും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ. അങ്ങനെ ഇതാ നമ്മൾ കറിയെല്ലാം സെറ്റാക്കി നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ മറക്കണ്ട ലൈക്ക് ഷെയറും കേട്ടോ.